അഴുക്കുചാലുകളും മാലിന്യ കൂമ്പാരങ്ങളും വൃത്തിയാക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ആമയിഴഞ്ചൻ തോട്ടിൽ കാണാതായ തൊഴിലാളിയായ ജോയെ കണ്ടെത്താൻ മണിക്കൂറുകളുടെ തിരച്ചിൽ നടത്തിയെങ്കിലും വിഫലമാണുണ്ടായത്. ജെൻ റോബോട്ടിക്സിൽ നിന്നുള്ള 2 റോബോട്ടുകളെ ഇറക്കി പരിശോധന നടത്തുകയും ചെയ്തു. ഈയൊരു അവസ്ഥയിൽ ഉയർന്നുവരുന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയുള്ള മാലിന്യം നീക്കം ചെയ്യാൻ മനുഷ്യർക്ക് പകരം ഉപയോഗിക്കാൻ റോബോട്ടുകൾ ഉള്ളപ്പോൾ സർക്കാർ എന്തുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ലെന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ജെൻ റോബോട്ടിക്സ് കമ്പനി സ്ഥാപകനായ വിമൽ ഗോവിന്ദം കെ. സീവേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഒരു കനാലിൽ കൂടെ ഒന്നും വിടേണ്ട സാധനമല്ല. അത് അണ്ടർഗ്രൗണ്ടായിട്ട് പ്രോപ്പറായിട്ട് ഫ്രഷ് വാട്ടറായിട്ട് മിക്സ് ആവാതെ സെപ്പറേറ്റ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ശുദ്ധ ബ്ലഡ് പോണതും അതേമാതിരി അശുദ്ധ ബ്ലഡും പോണ പോലെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിക്സ് ആക്കാതെ തന്നെ അത് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെപ്പറേറ്റ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്നത് വെച്ചെങ്കിൽ ഈ ഡ്രെയിനേജ് ഓപ്പൺ തോട്ടുകൂടിയും വെള്ളത്തേക്കും കടലിലേക്കും അതുകൂടാതെ തോടുകളിലേക്കൊക്കെ ഒഴുക്കി വിടുന്നുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. KW ആണ് ഇവിടുത്തെ നമ്മുടെ സ്യൂർ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ KW ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും അതുപോലെ തന്നെ ഗുരുവായൂരും കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റോബോട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും എന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് ഹ്യൂമൻ ഇതിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ എനിക്ക് തോന്നുന്നത് ഇത് റെയിൽവേ കൊടുത്ത കോൺട്രാക്റ്റ് ആണ് തോന്നുന്നുണ്ട്, ഈ ഒരു റെയിൽവേക്ക് അകത്തുള്ള ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ലോകം മുഴുവൻ അറിയപ്പെട്ട റോബോട്ടാണ് ബണ്ടിക്കോട്ട്. 2015 അവസാനം കേരളത്തിലെ കോഴിക്കോട് 3 പേർ മാൻഹോളിൽ ശ്വാസം മുട്ടി മരണപ്പെട്ട സംഭവമുണ്ടായി. മാൻഹോളുകളോ ഡ്രെയിനേജുകളോ സ്വമേധയാ വൃത്തിയാക്കുന്നതും മനുഷ്യരുടെ മലമൂത്ര വിസർജനമടക്കം നീക്കം ചെയ്യുന്നതും മനുഷ്യർ തന്നെയാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അതിപ്പോഴും നടക്കുന്നുണ്ട്. ഈ അടഞ്ഞ ഇടങ്ങളിലേക്ക് ഇറങ്ങുന്ന തൊഴിലാളികളുടെ മരണങ്ങൾ അസാധാരണവുമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2022 മാത്രം 233 പേർ അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും അപകടകരമായ രീതിയിൽ വൃത്തിയാക്കുന്നതിനിടയിൽ മരണമടഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് മാൻഹോൾ മരണങ്ങൾ തടയാൻ ജെൻ റോബോട്ടിക്സ് CEO വിമൽ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ബണ്ടിക്കോട്ട് നിർമ്മിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പല മാൻഹോളുകൾ ഈ റോബോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്, മെഡിക്കൽ മാലിന്യങ്ങൾ എന്നിവ റോബോട്ട് അനായാസം നീക്കം ചെയ്തിട്ടുണ്ട്. സാധാരണ മാൻഹോളുകൾ ക്ലീൻ ചെയ്യാൻ റോബോട്ടിന് 15 മിനിറ്റ് മതി. വലുതാകുമ്പോൾ അത് 45 മിനിറ്റോളം ആകും. ലോകം അറിയപ്പെട്ട ഈ റോബോട്ടിന് പരിമിതികളുണ്ടോ? ഇന്നും മനുഷ്യർ തന്നെ പലയിടങ്ങളിലും മാലിന്യം വൃത്തിയാക്കുകയാണ്. ഇങ്ങനെയൊരു അവസരത്തിൽ അപകടം വരാതിരിക്കാൻ മനുഷ്യനെ മാറ്റി റോബോട്ടിനെ എല്ലായിടത്തും പകരം വെക്കാൻ കഴിയില്ല എന്നാണ് ചോദ്യം. റെയിൽവേനാണെങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിലും ഇങ്ങനത്തെ ടെക്നോളജി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കുറവുണ്ട്. കാരണം അവർക്ക് ഒരു അവയർനെസ് കുറവുണ്ട്. അതുമാണ് ഇവിടുത്തെ ഒരു മേജർ ആയിട്ടുള്ള റീസൺ. കാരണം ഇപ്പോൾ റെയിൽവേ ആണെങ്കിൽ കൂടി കോൺട്രാക്ട് ഔട്ട്സോഴ്സ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഇതിലൂടെ സീവേജ് പോകുന്നുണ്ട്. അപ്പോൾ സീവേജ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാനിനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലീഗൽ കണ്ടീഷൻസ് അടക്കം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് കൂടി ആ ഒരു അവയർനെസ് എത്രത്തോളം അവർ ഈ കോൺട്രാക്ടറുടെ അടുത്തു നിന്നും അവർക്കും അതുപോലെ കോൺട്രാക്ടേഴ്സിനും ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ടും എഗെയിൻ ആളുകൾ ഇങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാസ്കിന് യൂസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു റീസൺ എന്താ വെച്ചെങ്കിൽ ഇപ്പോഴും ബെൻഡിക്കോട്ടൊക്കെ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ആയിരിക്കുന്നത് ഡേ ടു ഡേ യൂസ് കേസ് വരുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഈ കേസൊക്കെ സ്റ്റോം വാട്ടർ അല്ലെങ്കിൽ മഴയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലീനിങ് ആക്ടിവിറ്റി മാറിയുള്ള വൺസ് ഇൻ എ ഇയർ ടൈപ്പ് ഓഫ് ക്ലീനിങ്ങിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഈ റോബോട്ട്സുകൾ യൂസ് ചെയ്യണം, അങ്ങനത്തെ കോൺട്രാക്ടറുകൾ എടുക്കണം എന്നുള്ളൊരു അവയർനെസ് റെയിൽവേക്കോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനോ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു അവയർനെസ് വരുവാണ്. കാരണം ആക്ച്വലി ഇതിലേക്ക് ആളുകളെ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലീഗലാണ്. അപ്പോൾ ആ ഒരു അവയർനെസ് അവരുടെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമേഷനിലേക്ക് ഷിഫ്റ്റ് ആവും. പക്ഷേ അഗെയിൻ ബഡ്ജറ്റ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതും ആ ഒരു ലോവർ ബിഡിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നതിൻ്റെ പേരിലൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ മേജറായിട്ട് ഉണ്ടാകുന്നത്.